ഹലോ ഡിയേഴ്സ്, ഞാൻ +2 റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചെയ്ത കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. സാറേ, റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാവുന്നു, എന്താവും റിസൾട്ട്, ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, 2026 മാത്സ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളിലും നിങ്ങൾക്ക് മാർക്ക് വളരെയധികം കൂടാനാണ് സാധ്യത. കാരണം മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. കാരണം കമ്പരിറ്റീവ്ലി പേപ്പർ എന്തായിരുന്നു, കുറച്ചുകൂടി എളുപ്പമായിരുന്നു. അപ്പൊ ആ രീതിയിൽ അതിനകത്ത് വരും. മാത്സിന്റെ കാര്യത്തിലാണെങ്കിൽ മാത്സ് കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ബാക്കി എല്ലാവർക്കും ഒരുപോലെയല്ലേ അത് ടഫ് ആയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല അത് ടഫ്, മനസ്സിലായില്ലേ? അപ്പം പരീക്ഷ ടഫ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് വാല്യുവേഷന് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ മാർക്ക് അതിനകത്ത് വരും. അപ്പൊ നിങ്ങൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, എല്ലാവർക്കും ഒരുപോലെ തന്നെ ടഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ റിസൾട്ട് മറ്റേ ഏതെങ്കിലും അഡ്മിഷൻ കാര്യങ്ങളോടൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും ആ രീതിയിൽ ടഫ് അല്ലേ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി മാത്സ് ഒരു സബ്ജക്റ്റ് അല്ലേ ടഫ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് ഇമ്പ്രൂവ് ചെയ്ത് മാർക്ക് കൂടിയതാണെന്നൊന്നും സർട്ടിഫിക്കറ്റിൽ കാണൂല, അതൊറ്റ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് ഞാൻ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പൊതുവെ +2 എന്ത് ചെയ്യാറുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയാൽ തന്നെ +2 നല്ലോണം മാർക്ക് കിട്ടുന്നത് കാണാറുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും അത്തരത്തില് +1 മാർക്ക് കിട്ടാറുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയാൽ പോലും. അതിനെ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഈ പയ്യന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവനെ ആദ്യ തവണ അതിനകത്ത് +2 ഫെയിലായി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ തീരെ പഠിച്ചില്ല. പിന്നെ അതിനകത്ത് അങ്ങനെ +1 എങ്ങാണ്ട് +1 8 ഇവന്റെ മാർക്ക്, +1 8, +2 5 7 എങ്ങാണ്ടാണ്. അപ്പൊ അത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പയ്യനായിരുന്നു. എന്നിട്ട് പോലും അതിനകത്ത് +2 അത്യാവശ്യം പഠിച്ചിട്ട് പിന്നെ സേ എക്സാമിന് സേ ബാച്ചിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചിട്ട് തന്നെ കണ്ടോ അവന് 28 മാർക്ക് കിട്ടിയത്. സേ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതിന്റെ ഉള്ളിൽ തന്നെ ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ പയ്യന് +2 28 കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയാൽ തന്നെ +2 നല്ല മാർക്ക് കിട്ടാറുണ്ട്. കണ്ടോ, 8 മാർക്ക് +2 പിന്നെ 28 ആയത്. അതേപോലെ കെമിസ്ട്രി കണ്ടോ, 18 ഇവിടെ 29 ആയത്. അപ്പൊ ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും +2 അത്യാവശ്യം മാർക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേസ്, ഇവർ ആദ്യം പഠിച്ചില്ല, ആദ്യ സമയത്ത് +2 തീരെ പഠിക്കാത്തതുകൊണ്ട് തീരെ പഠിക്കാതിരുന്നപ്പോൾ അതിനകത്ത് മാർക്ക് കുറഞ്ഞതാണ്. അല്ലാണ്ട് അതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയ നല്ല മാർക്ക് വന്നു. പിന്നെ ഇവർ സേ എക്സാമിന് അവർ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പഠിച്ചിട്ട് 32 കിട്ടിയത് കണ്ടോ. അതുപോലെ ഇവിടെ +1 മാർക്ക് നോക്കിയ 13, പിന്നെ +2 കണ്ടോ 26 ആയത്. അപ്പൊ അതിന് ഡബിൾ ആവുന്നില്ല. +2 അത്യാവശ്യം മാർക്ക് കൂടുന്നുണ്ട് കേട്ടോ, 23. ഇവിടെ +2 കണ്ടോ 32 ആയത്. ഇവര് ആദ്യം ഫെയിൽ ആവാൻ ആദ്യം 6 മാർക്കാണ് കിട്ടിയത്, ആദ്യം +2. അതെന്തുകൊണ്ട് അവർ തീരെ എഴുതാത്തതുകൊണ്ടാണ്. അത്യാവശ്യം പഠിച്ച് എഴുതിയപ്പോൾ തന്നെ കണ്ടോ കുറഞ്ഞ സമയം കൊണ്ട്. സേ എക്സാം എന്ന് പറഞ്ഞാൽ +2 റിസൾട്ട് വന്ന് കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് അവർ അത്യാവശ്യം പഠിച്ചിട്ട് എഴുതിയിട്ട് തന്നെ കണ്ടോ 32. അതായത് പറഞ്ഞത് +2 അത്യാവശ്യം എഴുതിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഈ ഒരു കേസ് ഒക്കെ ആണെങ്കിലും അങ്ങനെ ഇവരെ +1 മാർക്കും +2 മാർക്കും നിങ്ങൾ നോക്കി, ഇവരൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബിലോ ആവറേജ് ആയിട്ടുള്ള ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. പിന്നെ നമ്മുടെ സേ ബാച്ചിൽ വന്ന് ജോയിൻ ആയതാണ്, എന്നിട്ട് പാസ്സായതാണ്. എന്നിട്ട് അപ്പൊ നമ്മൾ കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കി പഠിപ്പിച്ചിട്ടാണ് ഈ 16 മാർക്ക് അല്ലേ +2 ഫിസിക്സിൽ ഫെയിലായി. എന്നിട്ടും 39 മാർക്ക് കിട്ടിയത് കണ്ടോ, 40-അടുത്ത് മാർക്ക് +2 ഫിസിക്സിൽ. അപ്പൊ അത്യാവശ്യം പഠിച്ച് എഴുതിയാൽ തന്നെ ഇവരൊക്കെ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾ നോക്കണം, അത്യാവശ്യം കുറഞ്ഞ രീതിയിൽ തന്നെ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് 2 സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. സേ എക്സാമിന് സമയം കൊണ്ട് തന്നെ രണ്ടും പഠിച്ച് എഴുതി എന്ന് പറയുമ്പോൾ ഇത്രയും മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ, അപ്പൊ അത് +2 അത്യാവശ്യം മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, മനസ്സിലായില്ലേ? ഇവർ 19 കെമിസ്ട്രിയിൽ കണ്ടോ 27 ആയത്. അതുപോലെ ഈ കേസിലൊക്കെ ഈ ഒരു കേസും ഇവര് 19 18 കെമിസ്ട്രിയിൽ, അത് പിന്നെ എന്തായി 24 ആയി. അതുപോലെ തന്നെ അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള 5 മാർക്കൊക്കെ ആയിട്ട് വന്ന പയ്യനാണ് നോക്കണം. പിന്നെ ഈ ഒരു കേസും 6 മാർക്ക് അതിനകത്ത് +1 ഇവർക്ക് 24 മാർക്കാണ്, പിന്നെ അത് 27 എത്തി. അതുപോലെ ഈ ഒരു കേസ് 14 മാർക്കാണ്, അത് 30 എത്തി. അപ്പൊ എപ്പോഴും +2 മാർക്ക് കൂടുന്നത് കാണാം. ഇവിടെ 20 എന്തായിട്ടുണ്ട്, 28 ആയിട്ടുണ്ട്, അങ്ങനെ ഓരോ കേസുകളിലും. അപ്പൊ അതുപോലെ ഈ കേസ് 19 32 ആയിട്ടുണ്ട്. അപ്പൊ +2 അത്യാവശ്യം പഠിച്ച് എഴുതിയവർ ഇവരൊക്കെ രണ്ടാമത്തെ തവണ സേക്ക് എഴുതിയപ്പോഴാണ് ആ മാർക്ക് കൂടി കിട്ടിയത്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പഠിച്ചപ്പോൾ നല്ല മാർക്ക് കിട്ടി. തീരെ പഠിക്കാതിരുന്നപ്പോൾ അവർ ഫെയിൽ ആയിട്ടുണ്ടാവും. പക്ഷെ അത് അത്യാവശ്യം കുഴപ്പമില്ല, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആ രീതിയിൽ മാർക്ക് കിട്ടും, മനസ്സിലായില്ല? അപ്പൊ ഈ കേസുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് പേടിക്കേണ്ട. നല്ല രീതിയിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ, അപ്പൊ ഇവർക്കൊക്കെ ഇത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും നല്ല മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെയ് 26 നിങ്ങൾക്ക് ഒരു നല്ല ദിവസമായിരിക്കട്ടെ. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇനിയിപ്പോ മാർക്ക് നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും സബ്ജക്റ്റിൽ ഫെയിൽ ആയാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട. സേ എക്സാം അടുത്ത 1 മാസത്തിന്റെ സമയത്തിനുള്ളിൽ സേ എക്സാം വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനകത്ത് എഴുതി പാസ്സായാൽ മതി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. 77 36 70 70 45.
അപ്പൊ നിങ്ങൾ വളരെ കൂളായിട്ട് ഇരിക്കുക. ലൈഫിൽ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. പ്ലസ് ടു ഇവരൊക്കെ ഫെയിൽ ആയിട്ട് പോലും പിന്നീട് നല്ല കോഴ്സ് എടുത്ത് പഠിക്കുന്നു. ഇപ്പം ഇവര് ചിലര് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ അതിനകത്ത് കോഴ്സ് എടുത്ത് ഇപ്പം അവർ പ്ലേസ്മെന്റ് ഇപ്പം കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ പ്ലേസ്മെന്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പയ്യൻ ഇപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്ത് 3ാമത്തെ വർഷമാണ്. അപ്പൊ അങ്ങനെ നല്ല നല്ല കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നുണ്ട് ഇവരൊക്കെ. അപ്പം പ്ലസ് ടു എന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനമല്ല. നിങ്ങളുടെ മുന്നിൽ ഇനിയും അവസരങ്ങളുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഫെയിൽ ആയി കഴിഞ്ഞാൽ എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. മറ്റ് നല്ല കോഴ്സുകൾ എടുത്തിട്ട് പ്ലസ് ടു പാസ്സായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് കാണുക. എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. പ്ലസ് ടു ഒന്നിന്റെയും എൻഡല്ല. പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഇതിനകത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്തായാലും പോസിറ്റീവായിട്ട് നിങ്ങൾ അതിനെ സമീപിക്കുക. അപ്പൊ ടെൻഷന് കാര്യങ്ങളൊന്നും വേണ്ട. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.